വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാർ ആന തകർത്തു. മൂന്നാറിൽ വീണ്ടും പടയപ്പ അക്രമാസക്തനായി. നല്ലതണ്ണി സ്വദേശിയായ ദിനകരന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന പുത്തൻ ബ്രസ കാറാണ് ആക്രമണത്തിൽ തകർന്നത്. വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാരുടെയും സഞ്ചാരികളുടെയും പ്രിയപ്പെട്ടവനായിരുന്ന പടയപ്പ പ്രായാധിക്യത്തോടെയാണ് അക്രമാസക്തനായി തുടങ്ങിയത്. ഭക്ഷണ ദൗർലഭ്യതയാണ് ആനയുടെ പ്രധാന വെല്ലുവിളിയായി മാറിയത്. മുൻപ് വാഹനങ്ങളെ കൊമ്പുകൊണ്ട് തള്ളി മാറ്റുകയോ മറിച്ചിടുകയോ ചെയ്തിരുന്ന പടയപ്പ ഇക്കുറി കാറിന് മുകളിൽ കാലെടുത്ത് വെച്ച് ചവിട്ടി തകർക്കുകയായിരുന്നു. കഴിഞ്ഞ 2 മാസങ്ങളിലായി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ പ്ലാന്റിന് സമീപമായിരുന്നു പടയപ്പ നിലയുറപ്പിച്ചിരുന്നത്. ഇവിടെ നിന്നുള്ള മാലിന്യങ്ങളും പച്ചക്കറി അവശിഷ്ടങ്ങളും ഭക്ഷിച്ചാണ് ആന കഴിഞ്ഞുകൂടിയത്. കല്ലാറിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള നല്ലതണ്ണി ഭാഗത്തേക്ക് പടയപ്പ എത്തിയത് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ്. വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി ആനയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും പടയപ്പ ഇപ്പോഴും ജനവാസ മേഖലയ്ക്ക് സമീപത്ത് തന്നെ തുടരുകയാണ്. വിനോദസഞ്ചാരികൾ പാതയോരങ്ങളിൽ വാഹനം നിർത്തി വിശ്രമിക്കുന്ന സമയത്തോ മറ്റോ ആനയുടെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായാൽ വൻ അപകടമാകും സംഭവിക്കുക. മലയാളം ടെലിവിഷൻ, ഇടുക്കി. 22 വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX Wedding Center, Valancheri, Pattambi, Kootanad, Koppam and Kecheri.